ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ പ്രോൺ റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ച പ്രോൺസിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, പിന്നെ കുറച്ച് സോൾട്ട്, അതായത് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും പിന്നെ 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ പ്രോൺസിലേക്ക് നന്നായി ചേരാൻ വേണ്ടിയിട്ട് ഒരു 1/2 അവർ നമ്മൾ മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പം ഈ മാരിനേറ്റ് ചെയ്ത പ്രോൺസിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ പ്രോൺസ് ഓരോന്നായിട്ട് അതിലേക്ക് എടുത്തിടുക. ഒരു 4 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പം ഒരു ഭാഗം ആയിട്ടുണ്ടാവും. അതിനുശേഷം പ്രോൺസ് തിരിച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ്സും കൂടെ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുക. മറുവശം കൂടെ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഈ പ്രോൺസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. പ്രോൺസ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 8 നമ്പേഴ്സ് ഓഫ് ഗാർലിക്ക് നമ്മൾ പീസാക്കിയിട്ട് ആഡ് ചെയ്തിടുക. പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ജിഞ്ചറും കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം ചെറിയുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 20 ചെറിയുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായി വഴന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇടണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം. ടൊമാറ്റോ ഇട്ട ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ടൊമാറ്റോ അതിലേക്ക് അടിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ടൊമാറ്റോ അതിലേക്ക് അടിഞ്ഞ് കഴിയുമ്പം നമുക്ക് കശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വാട്ടർ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ നിന്ന് ചെറുങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രോൺസ് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രോൺസ് അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റ് അത് അടച്ചു വെക്കേണ്ടതാണ്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലിഡ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1 മിനിറ്റ് കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് റോസ്റ്റ് പരുവത്തിലായി വന്നിട്ടുണ്ടാവും. അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ടാവും. ഒരിത്തിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലുള്ള പ്രോൺസ് മസാല നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസും വേണ്ടുള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും.